കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് ഭീഷണി കത്ത് ലഭിച്ചു. IAS IPS മേധാവിത്വം അവസാനിപ്പിക്കണമെന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് എത്തിയ കത്തിലുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് കൈമാറി. പോലീസ് പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. അന്വേഷണവും തുടങ്ങി. ഷഹദ് റഹ്മാൻ ചേരുന്നു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. ഷഹദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SK. ഇന്നലെയാണ് ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഒരു ഭീഷണി കത്ത് വരുന്നത്. ഇന്നലെ രാവിലെ 11 മണിക്ക് തപാൽ വഴിയാണ് ഈ കത്ത് എത്തുന്നത്. തുടർന്ന് കളക്ടറുടെ ഓഫീസ് ഇത് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കത്ത് എവിടെ നിന്നാണ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നാണ് ഈ കത്ത് വന്നത് എന്ന് പോലീസ് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കത്തിൽ ഒരു മൊബൈൽ നമ്പറും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കോഴിക്കോട് നടക്കാവ് പോലീസിനാണ് വരിക. നിലവിലെ സാഹചര്യത്തിൽ കത്ത് അവിടേക്ക് കൈമാറിയിട്ടില്ല എന്നൊരു വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഇതിനു മുൻപ് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഒരു മാവോയിസ്റ്റ് ഭീഷണി കത്തും ഇതിനു മുൻപ് ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അത് പോലീസ് വളരെ ഗൗരവത്തോടെ ആ വിഷയത്തെ കാണുകയും പിന്നീട് അത് സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ പലതരത്തിലുള്ള സന്ദേശങ്ങൾ, ഭീഷണി കത്തുകൾ, ഓമക്കത്തുകളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടി പോലീസ് സ്വീകരിക്കുമെന്നുള്ളത് നമ്മളേവരും ഉറ്റുനോക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ വലിയ ഗൗരവം ഇതിന് കൊടുക്കേണ്ടതില്ല എന്നൊരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം അഡ്രസ്സും ഒപ്പം തന്നെ ഫോൺ നമ്പറും ഈ കത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഒരു മറ്റു തരത്തിലുള്ള സ്വഭാവമുള്ള ആളായിരിക്കില്ല ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ മാനസിക നിലയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും കത്ത് ഇന്നലെ 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ എത്തിയിട്ടുള്ളത്. IPS അതുപോലെ തന്നെ IAS മേധാവിത്വം അവസാനിപ്പിക്കണം, അതുപോലെ തന്നെ മറ്റ് വിവിധ വിഷയങ്ങൾ, അതുപോലെ തന്നെ കുറെ അധികം തെറികളൊക്കെയാണ് ഈ കത്തിലുള്ളത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ.